അല്ല എന്ത് ഇത്ര കാര്യമായിട്ട് എഴുതണേ? ആ ഇതെന്താന്ന് വെച്ചാലേ ഇത് രാജിക്കത്താ. ഇപ്പൊ ഇനി എപ്പോഴാ എന്റെ പേര് പുറത്ത് വരണേന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ ഡേറ്റും ദിവസവും മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ തന്നെ രാജിക്കത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തായവർ കൂടിയിട്ട് ഒരു വലിയ സംഘടനയുണ്ട്. ഇപ്പൊ ഉള്ളിലുള്ള സംഘടനേനെക്കാട്ടി ആൾക്കാർ പുറത്തായവരാ. കുട്ടി ഇപ്പോ നടക്കുന്നതൊക്കെ കുട്ടിക്ക് അറിയാലോ. ഒരു ഹേമ വന്നു, അമ്മ വീണു, പലരും വീണു. അടുത്തത് ആരാവുന്നാണ് എല്ലാരും നോക്കിയിരിക്കുന്നത്. അപ്പോ ആയ കാലത്ത് എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയ്ക്ക് കുറച്ച് കുറവുള്ളൂട്ടാ. ആയ കാലത്ത് ഞാൻ വല്ലതും തൊടേ പിടിക്ക് ചിലപ്പോ തൊട്ടെന്ന് വെച്ചാലേ ആ കുട്ടീനോട് ചിലപ്പോ മാറി നിൽക്കാൻ പറഞ്ഞായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ തൊടില്ലോ. അങ്ങനെ തൊടേ വാതിലിൽ ഇപ്പൊ ചിലപ്പോ നമ്മൾ ഒരുമിച്ച് ഷൂട്ടിങ്ങിന് പോകുമ്പോ കുട്ടി നല്ല ഉറക്കാണെങ്കിൽ രാവിലെ ഞാൻ ചിലപ്പോ വന്നിട്ട് വാതിൽമ കൊട്ടിയിട്ടുണ്ടാവും. കുട്ടി നമുക്ക് നേരത്തെ പോകണ്ടേന്നെങ്ങാനും ഞാൻ അങ്ങനത്തെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഇപ്പൊ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലേ ഡെയിലി ചെയ്ത് പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞാലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്ത് പറഞ്ഞ ആ ചാനലുകാർക്കും ആ ഓൺലൈൻ മീഡിയക്കാർക്കും കിട്ടിയാലേ തെരുവ് നായ്ക്കളെ കൂട്ടിയിട്ട് തല്ലിക്കൊല്ലുന്നവനായിട്ട് തല്ലിക്കൊല്ലും. സത്യേതാ തെറ്റേതാ ഒന്നും അവര് നോക്കില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടി ഇതൊന്നും പുറത്ത് പറയാതിരിക്കാൻ പറ്റുമോ?